തീർച്ചയായും അത് ഗൗരവമായിട്ട് പരിശോധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഏത് പൊതുപരിപാടികളായാലും, അത് സ്വകാര്യ പരിപാടിയായാലും സർക്കാർ പരിപാടിയായാലും ഏത് തരത്തിലുള്ള പരിപാടിയായാലും, ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അനുഭവപാഠം സുരക്ഷാ പരിശോധന കൃത്യമായി നടക്കണം എന്നുള്ളതാണ്. ഇപ്പം നമുക്കെല്ലാം അറിയാം അത് നടത്താറില്ല എന്നുള്ളത്. സ്വകാര്യ പരിപാടികളിൽ മറ്റ് സുരക്ഷാ കാര്യങ്ങൾ അങ്ങനെ പരിശോധിക്കാൻ പോകാറില്ല. പക്ഷേ സ്വകാര്യ പരിപാടികളിലും ഇതുപോലുള്ള ആളുകളാണ് പങ്കെടുക്കുന്നത്. അവിടെ പങ്കെടുത്ത മന്ത്രിയുണ്ട്, MLA ഉണ്ട്, മറ്റാൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആളുകളൊക്കെ പങ്കെടുക്കുമ്പോൾ അതിനാവശ്യമായ കരുതൽ അവിടെ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അത് നിർബന്ധമായും ഉണ്ടാകണമെന്ന് തന്നെയാണ് സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നത്. വന്ന വീഴ്ചകൾക്കെതിരെ കർക്കശമായ നടപടി സ്വീകരിച്ചു പോകും. തുറന്ന് ഏതെല്ലാം തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്നത് സംബന്ധിച്ച് വിശദമായൊരു മാർഗരേഖ തന്നെ പുറപ്പെടുവിക്കുകയും ചെയ്യും. ബാക്കിയെല്ലാം പിന്നെയാകാം. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പദ്ധതി അത് ഏത് തരത്തിലേക്ക് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നു എന്നതിന്റെ വിശദാംശങ്ങളാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. വീട് നഷ്ടപ്പെട്ടവർക്ക് മുൻഗണന നൽകും. ഒപ്പം പുനരധിവാസ പദ്ധതിയുമായി ബന്ധപ്പെട്ടത് സമയബന്ധിതമായി പൂർത്തിയാക്കുക. അതിന്റെ കാര്യങ്ങൾ ഏതാണ്ട് 2 ആഴ്ചയ്ക്കുള്ളിൽ പ്രഖ്യാപിക്കും. എത്ര വീടുകൾ എന്നുള്ളതിൽ കൃത്യമായ കണക്ക് നിലവിലില്ല. ഒപ്പം കേന്ദ്രം ഈ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ പ്രത്യേക പാക്കേജ് എന്നൊക്കെയുള്ളതിലൊന്നും കടങ്ങൾ എഴുതി തള്ളുന്നതിലും ഒന്നും കേന്ദ്രം അതിൽ നിലപാട് വ്യക്തമാക്കുന്നില്ല. ഇത്തരം ആവശ്യങ്ങൾ വീണ്ടും ഉന്നയിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറയുന്നു. 2 ടൗൺഷിപ്പുകൾ അതിന്റെ നിർമ്മാണ ചുമതല ഊരാളുങ്കലിന്, നിർമ്മാണ മേൽനോട്ടം കിഫ്കോണിനായിരിക്കും. എൽസ്റ്റേൺ കൂടാതെ തന്നെ നെടുമ്പാല എസ്റ്റേറ്റുകളിൽ, അതിൽ തന്നെ കൽപ്പറ്റ എസ്റ്റേറ്റിലാണ് ഏറ്റവും കൂടുതൽ വീടുകൾ നിർമ്മിക്കുന്നത്. 5 സെന്റിലുള്ള വീടുകളാണ് കൽപ്പറ്റയിൽ നിർമ്മിക്കുന്നത്. നെടുമ്പാല എസ്റ്റേറ്റിലാണ് 10 സെന്റിൽ വീടുകൾ നിർമ്മിക്കാൻ പോകുന്നത്. അത് ഒറ്റ നില കെട്ടിടങ്ങൾ എന്ന തരത്തിലേക്കാണ്. എന്നാൽ അതിന്റെ ഫൗണ്ടേഷൻ 2 നിലയ്ക്ക് പറ്റിയതായിരിക്കും എന്ന് പറയുന്നു. നിലവിൽ ഈ ദുരന്ത ബാധിതർക്ക് മുൻഗണന നൽകുന്ന രീതിയിൽ ആണ് വീട് നിർമ്മാണം നടത്താൻ പോകുന്നത്. എന്നാൽ പിന്നീട് ഇപ്പോൾ താമസിക്കുന്നിടത്ത് താമസം തുടരാൻ കഴിയാത്ത ആളുകൾക്ക്, അങ്ങനെയുള്ളവർക്ക് മുൻഗണന നൽകും എന്നുള്ളതടക്കം. ഒപ്പം ശിവഗിരിയിൽ അദ്ദേഹം നടത്തിയ പ്രസ്താവന, അത് സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട് ശ്രീനാരായണ ഗുരുവിനെ ബന്ധപ്പെടുത്തി നടത്തിയ പ്രസ്താവന അതിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് വ്യക്തമാക്കുന്നു.